നമ്മളിപ്പോൾ ഉള്ളത് മഹാത്മാഗാന്ധി വന്നിറങ്ങിയ ചരിത്രപ്രസിദ്ധമായ വൈക്കം ബോട്ട് ജെട്ടിക്ക് സമീപം നിർത്തിയിട്ടിരിക്കുന്ന ആദിത്യ ബോട്ടിലാണ്. ഈ ബോട്ടിൽ നിന്ന് പുറത്തേക്കൊന്നിറങ്ങി ബോട്ട് ജെട്ടിയുടെ കവാടം കടന്ന് പുറത്തേക്കിറങ്ങിയാൽ കത്തിക്കാളുന്ന മീനസൂര്യൻ്റെ ചൂടിനെയും മറികടക്കുന്ന പ്രചരണ ചൂടിൻ്റെ ആവേശം കാണാം വൈക്കത്ത്. കഴിഞ്ഞ 8 പതിറ്റാണ്ടുകളായി ഇടതുപക്ഷത്തോടൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്ന വൈക്കം മണ്ഡലം ഇത്തവണയും നിലനിർത്താൻ AIYFന്റെ മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള P. പ്രദീപിനെയാണ് LDF കളത്തിലിറക്കുന്നത്. അതേസമയം ഇടയ്ക്കൊന്ന് കാറ്റ് മാറി വീശിയപ്പോൾ വലതുപക്ഷത്തേക്ക് ചേർന്ന വൈക്കം മണ്ഡലത്തെ ഇക്കുറി വീണ്ടും ഒരിക്കൽ കൂടി വലതുപക്ഷത്തെത്തിക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് UDF ക്യാമ്പ്. K. ബിനിമോനാണ് UDFന്റെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. അതോടൊപ്പം തന്നെ 10 വർഷക്കാലം വൈക്കത്തിൻ്റെ MLA ആയി പ്രവർത്തിച്ച CPI നേതാവ് K. അജിത്തിനെ തങ്ങളുടെ പാളയത്തിലെത്തിച്ച് വൈക്കത്ത് ഒരു അട്ടിമറി സാധ്യമാകുമോ എന്നുള്ള ശ്രമത്തിലാണ് NDA ക്യാമ്പ്. പരമ്പരാഗതമായി UDF കോട്ട എന്നറിയപ്പെടുന്ന കോട്ടയം ജില്ലയിലെ ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമാണ് വൈക്കം മണ്ഡലം. 1957 ആദ്യ തിരഞ്ഞെടുപ്പ് മുതൽ 2021 15ാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ ഒരു ഉപതെരഞ്ഞെടുപ്പ് അടക്കം 17 തിരഞ്ഞെടുപ്പുകളാണ് മണ്ഡലത്തിൽ നടന്നത്. ഇതിൽ ആകെ 3 തവണ മാത്രമാണ് മണ്ഡലം UDFനെ പിന്തുണച്ചിട്ടുള്ളത്. 57-ൽ KR നാരായണൻ, 65-ൽ P. പരമേശ്വരൻ, 91-ൽ KK ബാലകൃഷ്ണൻ എന്നിവരാണ് UDF പക്ഷത്തുനിന്ന് വൈക്കത്ത് വെന്നിക്കൊടി നാട്ടിയത്. എന്നാൽ 1965-ൽ നിയമസഭയിൽ ആർക്കും ഭൂരിപക്ഷമില്ലാതിരുന്നതിനാൽ P. പരമേശ്വരന് സത്യപ്രതിജ്ഞ ചെയ്യാനായില്ല. CPI നേതാക്കളായ MK കേശവൻ 4 തവണയും PS ശ്രീനിവാസൻ 3 തവണയും P. നാരായണൻ, K. അജിത്ത്, CK ആശ എന്നിവർ 2 തവണ വീതവും മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. വൈക്കം നഗരസഭയും 9 പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളും നെൽകർഷകരും റബ്ബർ ഉൾപ്പെടെയുള്ള നാണ്യവിളകൾ കൃഷി ചെയ്യുന്ന കർഷകരും തൊഴിലാളികളുമാണ് കൂടുതലായി അധിവസിക്കുന്നത്. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ശക്തമായ വേരോട്ടമുണ്ട്. കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച PR സോനയെ 29,122 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് CK ആശ നിയമസഭയിലെത്തിയത്. മണ്ഡലം നിലനിർത്താൻ ഇത്തവണ LDF കളത്തിലിറക്കുന്നത് AIYF മുൻ ജില്ലാ സെക്രട്ടറിയും CPI നേതാവുമായ P. പ്രദീപിനെയാണ്. K. ബിനിമോനാണ് UDF സ്ഥാനാർത്ഥി. CPI നേതാവും വൈക്കം മുൻ MLAയുമായ K. അജിത്തിലൂടെ ഒരു അട്ടിമറി പ്രതീക്ഷിച്ചാണ് NDA ഇത്തവണ കളത്തിലിറങ്ങിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് പാർട്ടി വിട്ട K. അജിത്തിന്റെ രാഷ്ട്രീയ മാറ്റം ഉയർത്തിവിട്ട വിവാദങ്ങൾ ഇപ്പോഴും മണ്ഡലത്തിൽ സജീവമാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ LDF ഗവൺമെന്റിന്റെ വികസന നേട്ടങ്ങളും MLA എന്നുള്ള നിലയിൽ CK ആശ നടത്തിയ പ്രവർത്തനങ്ങളും ഉയർത്തിക്കാട്ടിയാണ് ഇടതുപക്ഷത്തിന്റെ പ്രചരണം. അതേസമയം സർക്കാർ വിരുദ്ധ വികാരവും മുൻ MLA K. അജിത്തിന്റെ രാഷ്ട്രീയ മാറ്റത്തിലൂടെയുള്ള CPIയുടെ വോട്ട് ചോർച്ചയും തങ്ങൾക്ക് അനുകൂലമാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ്. എന്നാൽ മണ്ഡലത്തിലെ BJPയുടെയും NDA ഘടകകക്ഷികളുടെയും അടിസ്ഥാന വോട്ടുകളോടൊപ്പം K. അജിത്തിന്റെ വ്യക്തിപരമായ വോട്ടുകളും കൂടി ചേർത്താൽ ഒരട്ടിമറിയിലൂടെ മണ്ഡലത്തിൽ വിജയിച്ചു കയറാനാകും എന്ന പ്രതീക്ഷയിലാണ് NDA ക്യാമ്പ്. മണ്ഡലം നിലനിർത്താനും പിടിച്ചടക്കാനും അട്ടിമറിക്കാനുമായി 3 മുന്നണികളും നടത്തുന്ന പ്രചരണാവേശം ജനങ്ങളിൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക എന്നറിയാൻ മെയ് 4 വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. എന്നാലും ഈ അവസാന ലാപ്പിൽ പ്രചരണ രംഗത്ത് 3 മുന്നണികളും എങ്ങനെയാണ് വൈക്കത്ത് പ്രവർത്തിക്കുന്നത് എന്നറിയാൻ, ഒപ്പം സ്ഥാനാർത്ഥിമാർക്ക് ഈ അവസാന ലാപ്പിൽ നമ്മളോടും ജനങ്ങളോടും എന്താണ് പറയാനുള്ളതെന്നും അറിയാൻ നമുക്ക് പോകാം സ്ഥാനാർത്ഥികൾക്കൊപ്പം. കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ ഘട്ടത്തിൽ നമ്മളിപ്പോൾ ഉള്ളത് വൈക്കം നിയോജക മണ്ഡലത്തിലാണ്. വൈക്കത്തെ UDF സ്ഥാനാർത്ഥി K. ബിനിമോൻ നമ്മളോടൊപ്പമുണ്ട്. ഇന്ന് വൈക്കത്തെയും അതോടൊപ്പം തന്നെ TVപുരം പഞ്ചായത്തിലെയും വിവിധ മേഖലകളിൽ തിരക്കിട്ട പ്രചരണ പ്രവർത്തനത്തിലാണ് സ്ഥാനാർത്ഥി. ഇതിനിടയിൽ ഉള്ള ഇടവേളയിലാണ് നമ്മളുമായി സ്ഥാനാർത്ഥി സംസാരിക്കുന്നത്. ഇവിടുത്തെ വിജയപ്രതീക്ഷകൾ, മറ്റ് രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ സ്ഥാനാർത്ഥിയോട് തന്നെ നമുക്ക് ചോദിക്കാം. ബിനിമോൻ, വൈക്കം നിയമസഭാ മണ്ഡലത്തിൽ ഇത്തവണത്തെ UDFന്റെ ഒരു സാധ്യത എങ്ങനെയാണ്? വിജയം UDFിനൊപ്പമാണ്, വിജയം സുനിശ്ചിതമാണ്. ഞാൻ പോയിടങ്ങളിലല്ല, ഇപ്പം ഞാൻ ഇരിക്കുന്നത് ചെമ്മനത്തുകര പ്രദേശത്താണ്. ഇപ്പം എൻ്റെ ഒപ്പം ഉള്ളത് UDFിൻ്റെ ചെയർമാൻ അടക്കം പോൾസൻ ചേട്ടനടക്കം എൻ്റെ ഒപ്പം ഉണ്ട്. ഈ പ്രിയപ്പെട്ട മുഴുവൻ നേതാക്കന്മാർ, UDFിൻ്റെ മുഴുവൻ നേതാക്കന്മാരും രാവിലെ മുതൽ വൈകുന്നേരം വരെ ശക്തമായ രീതിയിലുള്ള പ്രവർത്തനവുമായി മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ തീർച്ചയായും അവരുടെ എല്ലാം സഹായ സഹകരണങ്ങൾ എനിക്ക് ലഭിക്കുന്നുണ്ട്. അത് എനിക്ക് ഉറപ്പാണ്. വൈക്കത്തെ വിജയം UDFിനൊപ്പം തന്നെയാണ് എന്നുള്ള ഉറപ്പാണ്.
ഇപ്പോൾ പരമ്പരാഗതമായി ഇടതുപക്ഷത്തെ തുണയ്ക്കുന്ന ഒരു മണ്ഡലമാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വൈക്കം എന്ന് പറയുന്നത്. അവിടെ ഒരു അട്ടിമറി സാധ്യമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. തീർച്ചയായും ഞാൻ ഇതിന്റെ ഇപ്പൊ ഈ ചെമ്മരത്തേര എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് തലയാട് ഗ്രാമപഞ്ചായത്തിൽ ഇത് ടീവൂരമാണ്. തലയാട് ഗ്രാമപഞ്ചായത്തിന്റെ ജനപ്രതിനിധിയായി 2 തവണ ഇരുന്ന ആളെന്ന നിലയിൽ സാധാരണക്കാരെ ഒപ്പം ചേർത്ത് നിർത്തി പ്രവർത്തിച്ചിട്ട ഒരാളാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. ഇപ്പൊ ചെമ്മരത്തേരയാണെങ്കിൽ ഞാനിവിടെ ഇവരോടൊപ്പം ഇവിടെ നിൽക്കുന്ന ഇപ്പൊ പലരും എൻ്റെ സുഹൃത്തുക്കളാണ്. അവരോടൊപ്പം പണിയെടുക്കുകയും ഇവിടെ ഉള്ള കുറേ അധികം കോളേജ് പഠിക്കുന്ന സമയത്ത് ഇവിടെയുള്ള കുറേ അധികം പേർ എൻ്റെ സുഹൃത്തുക്കളായിട്ടുണ്ട്, എൻ്റെ ഒപ്പം പഠിച്ചവരുണ്ട്. അവരൊക്കെ എല്ലാവരും മനസ്സറിഞ്ഞ് എന്നെ സഹായിക്കും. അവരെന്നെ കൈവിടിയാലെന്നുള്ളൊരു വലിയ ശുഭപ്രതീക്ഷയിലാണ് ഞാനുള്ളത്. അത് തന്നെയാണ് എൻ്റെ വിജയത്തിൻ്റെ വലിയ ലക്ഷ്യം തന്നെ. ഇപ്പോൾ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ മത്സരിക്കുന്നത് പഴയ LDFന്റെ MLA ആയിരുന്ന ആളാണ്. അപ്പോൾ LDFന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വോട്ട് ചേർച്ച അത് UDFന് ഗുണകരമാകും എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് UDF സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത്. പ്രവർത്തകരും വളരെ ആവശ്യത്തോട് തന്നെയാണ്. ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ പോൾസൺ ജോസഫും ഇവിടെയുണ്ട്. മറ്റ് ഇലക്ഷന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പോൾസൺ ചേട്ടനോട് തന്നെ നമുക്ക് ചോദിക്കാം. പോൾസൺ ചേട്ടാ, എങ്ങനെയാണ് ഇലക്ഷന്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ പ്രചരണം മുന്നേറുന്നത്? അതോടൊപ്പം തന്നെ വിജയസാധ്യത എത്രത്തോളം? ഇവിടെ സ്ഥാനാർത്ഥി സൂചിപ്പിച്ചതുപോലെ വലിയ വിജയസാധ്യത എന്ന് മാത്രമല്ല, നിശ്ചയമായും UDF ഇപ്രാവശ്യം വൈക്കത്ത് ജയിച്ചിരിക്കും. അതിനുള്ള രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വെറും 5000 വോട്ടിന്റെ ലീഡ് മാത്രമേ LDFനുള്ളൂ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് 3000 വോട്ടിൽ താഴെയായി. അപ്പോൾ അതിൻ്റെ കൂടെ CPIയിൽ നിന്നും വലിയ ചോർച്ച ഉണ്ടായിട്ടുണ്ട്. അവരുടെ പഴയ MLA ഉൾപ്പെടെ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ മത്സരിക്കുന്നു. മറ്റൊന്ന്, ഗവൺമെന്റിനെതിരായിട്ടുള്ള പൊതുവികാരം അത് കേരളത്തിൽ ഉള്ളതുപോലതിനേക്കാൾ ഒരുപക്ഷെ കൂടുതലാണ് വൈക്കത്ത്. കാരണം വലിയ തരത്തിലുള്ള വികസന മുരടിപ്പ് വൈക്കം നേരിടുകയാണ്. ഒരു തരത്തിൽ കഴിഞ്ഞ 10 വർഷം വൈക്കംകാരുടെ ഒരു നഷ്ടബോധം ഇപ്പോഴും നിലനിൽക്കുന്നു. തുടങ്ങിയ പദ്ധതികളൊന്നും ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് തുടങ്ങിയ നേരേകടവ് പാലം ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. 10 വർഷമായി. അതുപോലെ തന്നെ നിരവധിയായ കാര്യങ്ങൾ. പക്ഷെ അവർ പറയുന്നത് 2000 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ മാത്രം ചെയ്തിട്ടുണ്ട്. ഒട്ടേറെ ഉൾനാടൻ റോഡുകൾ, അതോടൊപ്പം തന്നെ ആശുപത്രി ഏതാണ്ട് ഉദ്ഘാടനത്തിനോട് അടുത്ത അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളാണ് അവർ പറയുന്നത്. ഉദ്ഘാടനങ്ങൾക്ക് യാതൊരു ആക്ഷേപവും. ഈ ഞാനിരിക്കുന്നതിന്റെ തൊട്ട് തെക്ക് വശത്ത് സ്മാർട്ട് കൃഷിഭവൻ എന്നും പറഞ്ഞൊരു ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനം നടന്നു 6 മാസം മുമ്പ്. കൃഷിവകുപ്പ് മന്ത്രി ഇതുവരെ അതിന്റെ ഒരു എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവിടെ ചെന്ന് ആർക്കാർക്ക് സാധിക്കാൻ പറ്റുമെന്ന് ചോദിച്ചില്ല. വൈക്കത്ത് വലിയ ഉദ്ഘാടന മാമാകം നടത്തി 3 സോളാർ ബോട്ടുകൾ വന്നു. ഉദ്ഘാടനത്തിന്റെ അന്ന് രാത്രിയിൽ അത് കെട്ടിവലിച്ച് വേറെ എവിടെ കൊണ്ടുപോയി, ഇതുവരെ ഓടിയിട്ടില്ല. അപ്പോൾ ഉദ്ഘാടനം നടത്താൻ യാതൊരു ആക്ഷേപവും. ആർക്ക് വേണമെങ്കിൽ ഉദ്ഘാടനം നടത്താം. പക്ഷേ ജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിലുള്ള യാതൊരു വികസന പ്രവർത്തനം നടന്നിട്ടില്ല. ഞാൻ പറഞ്ഞതിന്റെ കാരണം അതാണ്. ഉദ്ഘാടനം ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്, അതിനൊന്നും ആർക്കും യാതൊരു ആക്ഷേപമില്ല. അത് അവരുടെ കാര്യം. സർക്കാർ ഈ ഉദ്ഘാടന മാമാങ്കം നടത്തുന്നു, ജനങ്ങളെ പറ്റിക്കാൻ ഒരുങ്ങുന്നു. പക്ഷേ ജനങ്ങൾ ആ കബളിപ്പിക്കൽ പരിപാടിയിൽ വീഴിയാലെന്ന് മാത്രമല്ല, അറിഞ്ഞ് വോട്ട് ചെയ്തിരിക്കും ഇപ്രാവശ്യം വൈക്കത്തിന്റെ MLA ശ്രീ K. ബിനുമോൻ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പം ഗവൺമെന്റിനെതിരെയുള്ള വിമർശനങ്ങൾ പറയുമ്പോൾ തന്നെ വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ UDFനെയും പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അത് അല്ല, വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട് 780 കോടി രൂപ നാട്ടുകാരുടെ പണം കളക്ട് ചെയ്താണ് വയനാട് ദുരിത ഫണ്ട് ഉണ്ടാക്കിയത്. അവിടെ ചെലവഴിച്ചിരിക്കുന്നതിന്റെ 400 വീടുകൾക്ക് 80 കോടി രൂപ ചെലവാക്കിയിട്ടുള്ളൂ. ബാക്കി കാശ് അവിടെ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാരിന് കൃത്യമായിട്ട് മറുപടി പറയുന്നില്ല. 700 കോടി രൂപയുടെ അഴിമതി ആ കാര്യത്തിൽ ഉണ്ടായി. ഒരാളെങ്കിലും സൊസൈറ്റിക്ക് സാധാരണയായി നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് ഒരു വീട് പണിയണമെങ്കിൽ ഉണ്ടാകാതിൻ്റെ 3 ഇരട്ടിയാണ് ഇവിടെ ലൈഫ് പദ്ധതിയിൽ സർക്കാർ കൊടുക്കുന്നത്. 4 ലക്ഷം രൂപയാണ്. ഇനി വേണ്ട, അവർ 20 ലക്ഷം രൂപ അവിടെ ഒരു വീടിന് ചിലവാകുന്നു. അവിടുത്തെ ഭൂപ്രകൃതി അനുസരിച്ച് അങ്ങനെ ആകുമെന്ന് വിചാരിക്കും. പക്ഷേ 30 ലക്ഷം രൂപയാണ് ഒരു വീടിന് വേണ്ടി അവർ കണക്കൂട്ടിയിരിക്കുന്നത്. മുസ്ലിം ലീഗ് പണിത് കൊടുത്തിരിക്കുന്ന വീടിന് വെറും 10 ലക്ഷം രൂപയിൽ ചിലവാക്കി ഇതിനേക്കാൾ ഭംഗിയായി വളരെ മനോഹരമായ വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെന്റിന്റെ അവകാശവാദങ്ങളെല്ലാം അവിടെ തന്നെ പൊളിഞ്ഞു വീഴുകയാണ്. KPCC ഇതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ഫണ്ടിന്റെ കൃത്യമായ കണക്ക് ഇന്നലെ KPCC പ്രസിഡന്റ് പത്രലേഖകരെ വിളിച്ച് മാധ്യമങ്ങളുടെ മുമ്പിൽ കൃത്യമായ അതിന്റെ കണക്ക് സഹിതം വിവരിച്ചിട്ടുണ്ട്. ആ കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാര്യങ്ങൾ ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് പോകുന്നു. ഇപ്രാവശ്യം വൈക്കം UDFന്റെ കയ്യിലാണ്. ഒരു തർക്കവും വേണ്ട കാര്യത്തിൽ ഞങ്ങൾ വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ മുമ്പോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ വിജയാശംസകൾ. താങ്ക് യു. അപ്പോൾ ഇതാണ് UDF പ്രവർത്തകരും സ്ഥാനാർത്ഥിയും നേതാക്കളും എല്ലാം പറയുന്നത്. വൈക്കത്ത് ഇത്തവണ ഒരു മാറ്റമുണ്ടാകും. പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇവിടെ കൈപ്പത്തി വിജയിക്കും, കോൺഗ്രസ് വിജയിക്കും, UDF വിജയിക്കും എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് UDF സ്ഥാനാർത്ഥിയും UDF ക്യാമ്പും. ഈ കത്തിക്കാളുന്ന ചൂടിലും വലിയ പ്രചരണ ആവേശത്തിൽ തന്നെയാണ് പ്രവർത്തകർ. ഇപ്പോൾ നമ്മളുള്ളത് LDF സ്ഥാനാർത്ഥി P. പ്രദീപിനോടൊപ്പമാണ്. അവർ സ്ഥാനാർത്ഥി പ്രവർത്തകരോടൊപ്പം
ഇരുമ്പുഴിക്കര മേഖലയിലെ വീടുകൾ കയറി വോട്ട് ഉറപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ്. ഈ ഒരു ഘട്ടത്തിൽ വൈക്കം നിയോജക മണ്ഡലത്തിലെ വിജയസാധ്യത, LDFിൻ്റെ വിജയസാധ്യത എത്രത്തോളമാണ്? അതോടൊപ്പം തന്നെ ഇവിടുത്തെ വിജയത്തെ സ്വാധീനിക്കുന്ന മറ്റ് രാഷ്ട്രീയ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് സ്ഥാനാർത്ഥിയോട് തന്നെ ചോദിക്കാം. പ്രദീപ്, ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. പ്രചരണം അതിൻ്റെ അവസാന ലാപ്പിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ എത്രത്തോളം വിജയപ്രതീക്ഷയിലാണ്? 100% വിജയപ്രതീക്ഷയാണുള്ളത്. ഒരു ആശങ്കയും ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടില്ല. നല്ല ഒരു ശതമാനം വോട്ട് വാങ്ങി വിജയിക്കും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. എന്തൊക്കെയാണ് ഈ ആത്മവിശ്വാസത്തിന് പ്രേരകമാവുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ? പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് വികസനം തന്നെയാണ്. ഇത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 10 കൊല്ലക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, വൈക്കത്തെ CK ആശ MLAയുടെ നേതൃത്വത്തിൽ നടത്തിയ 2 ടൈമിലായി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, അത് വൈക്കത്തിൻ്റെ ഓരോ പ്രദേശത്തും ചെന്നാൽ 10 കൊല്ലക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങളെ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്ന വിധത്തിലേക്ക് ജനകീയമായ രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ വൈക്കത്ത് നടന്നിട്ടുണ്ട്. അത് വോട്ടായിട്ട് മാറും. ഇടതുപക്ഷത്തിന് യാതൊരുവിധ ആശങ്കയും വൈക്കത്തില്ല. ഇപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ടൈമിൽ ഇവിടെ MLA ആയിരുന്ന ഒരാളാണ് NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. അതേതെങ്കിലും തരത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സാധ്യതകളെ ബാധിക്കുമോ? അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിൻ്റെ വോട്ടിൽ എന്തെങ്കിലും കുറവ് വരുത്തുമോ? ഇല്ല, അങ്ങനെ ഒരു ആശങ്ക ഞങ്ങൾക്ക് ആർക്കും തന്നെ ഇല്ല. ഇടതുപക്ഷത്തിന് ഒരാൾക്ക് പോലും അങ്ങനെ ഒരു ആശങ്കയില്ല. ഇടതുപക്ഷത്തിന് വോട്ട് വർദ്ധിക്കുകയാണ് ഈ തവണ ചെയ്യാൻ പോകുന്നത്. ഒരു കാരണവശാലും ഒരാൾ വേറൊരു ചേരിയിലേക്ക് പോയതിൻ്റെ പേരിൽ വോട്ട് ഇടതുപക്ഷത്തിന് കുറയാനുള്ള സാധ്യത ഒന്നും തന്നെ വൈക്കത്ത് നിലവിലില്ല. വളരെ നന്ദി. ഇതാണ് അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർക്ക് സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇടതുപക്ഷത്തോടൊപ്പം അടിയുറച്ചു നിന്ന വൈക്കം സംസ്ഥാനത്താകെ ഇടതുവിരുദ്ധ തരംഗമുണ്ടായപ്പം തന്നെ നിന്ന മണ്ഡലമാണ് വൈക്കം. വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരം നടത്തിയ വൈക്കം 3ാം വരവിൽ ഇടതുപക്ഷത്തിൻ്റെ സംസ്ഥാനത്തേക്കുള്ള 3ാം വരവിൽ വഴിതെളിക്കും എന്ന് തന്നെയാണ് ഇവിടുത്തെ പ്രവർത്തകർ പറയുന്നത്. ഏതായാലും വിജയാശംസകൾ. മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് വൈക്കത്ത് ഇത്തവണ NDA ക്യാമ്പും വളരെ ആവേശത്തിലാണ്. പ്രചരണ രംഗത്ത് വലിയ ആവേശത്തിലുള്ള പ്രചരണം തന്നെയാണ് NDAയും നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി വൈക്കത്ത് സൃഷ്ടിക്കാൻ ഇത്തവണ NDAയ്ക്കായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് വൈക്കത്തെ NDAയുടെ കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിലാണ്. ഇവിടെ ഇലക്ഷൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ തിരക്കുകൾക്കിടയിൽ നമ്മോടൊപ്പം NDAയുടെ സ്ഥാനാർത്ഥി K അജിത്തുണ്ട്. അജിത്തിനോട് തന്നെ നമുക്ക് ചോദിക്കാം, എന്താണ് വൈക്കത്ത് ഇത്തവണ പുലർത്തുന്ന പ്രതീക്ഷകൾ എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ രാഷ്ട്രീയപരമായ കാര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെ അദ്ദേഹത്തോട് നമുക്ക് വിശദമായി തന്നെ ചോദിച്ചറിയാം. K അജിത്ത്, താങ്കളിപ്പോൾ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. ഈ ഒരു തെരഞ്ഞെടുപ്പ് കേരളത്തിൽ NDA വലിയ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആ ഒരു ഘട്ടത്തിൽ തന്നെ വൈക്കത്ത് എന്തൊക്കെയാണ് NDAയുടെ പ്രതീക്ഷ, താങ്കളുടെ വ്യക്തിപരമായ പ്രതീക്ഷ? ഇപ്പോൾ മത്സരത്തിൻ്റെ ഒരു വലിയ തീവ്രമായ വലിയ സമയത്താണ് നിൽക്കുന്നത്. മത്സരം ടൈറ്റായി തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഭാഗത്ത് ഇപ്പം പഞ്ചായത്ത് തല പ്രചരണങ്ങളൊക്കെ അവസാനിച്ച് കഴിഞ്ഞപ്പം എനിക്ക് ബോധ്യമായത് NDA സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ 1ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ UDFൻ്റെ സ്ഥാനാർത്ഥി ഏറ്റവും പുറകിലേക്ക് പോയി, LDF 2ാം സ്ഥാനത്ത് വന്നു. NDA സ്ഥാനാർത്ഥി എന്ന നിലയിൽ വലിയ ആവേശകരമായ സ്വീകരണങ്ങളും ആൾക്കാരുടെ ഇടപെടലും ഉണ്ടാകുന്നുണ്ട്. ഏത് പ്രദേശത്ത് അന്വേഷിച്ചാലും ഈ കുറി മാറി ചിന്തിക്കും എന്ന്, ഈ പ്രാവശ്യം മാറി ചിന്തിക്കുമെന്ന് ഒരു ഉറപ്പ് നൽകുകയാണ്. അത് ഇടതുപക്ഷത്തു നിന്നുള്ള ആൾക്കാരുണ്ട്, UDF ക്യാമ്പിലുള്ളവരുണ്ട്. അവരെല്ലാം പാർട്ടി ലീഡർഷിപ്പുകളല്ല, പക്ഷേ അനുഭാവികളും പാർട്ടി മെമ്പർമാരുമായിട്ടിരിക്കുന്നതല്ല. ഒരു മാറ്റം അനിവാര്യമാണെന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇപ്പോൾ താങ്കൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് CPI ആയിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് NDAയുടെ ക്യാമ്പിലേക്ക് എത്തിയത്. അത് ഒരു വഞ്ചനയാണ് എന്ന രീതിയിൽ ആണ് വലിയ പ്രചരണങ്ങൾ നടക്കുന്നത്. താങ്കൾ മാത്രമല്ല, ഇപ്പോൾ അമ്പലപ്പുഴയിൽ G സുധാകരനാണെങ്കിലും അതോടൊപ്പം തന്നെ ഈ ഐഷ പോറ്റി ആണെങ്കിലും എല്ലാം MLAമാരായിരുന്നു, മന്ത്രിയായിരുന്നു ഒക്കെ പാർട്ടി നൽകിയ സൗകര്യങ്ങൾ ഉപയോഗിച്ച ശേഷം പാർട്ടിയെയും പ്രവർത്തകരെയും വഞ്ചിക്കുകയാണ് എന്നൊരു ആരോപണമാണ് അവർ പ്രധാനമായി ഈ പ്രചരണ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത്. ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അവർ എല്ലാവരോടും പറയുന്നത് ഞാൻ അവരെ വഞ്ചിച്ചാന്ന് പറയും. അത് എങ്ങനെ വഞ്ചിച്ചു എന്ന് പറയുന്നത്, ഞാൻ 2006 മുതൽ 2016 വരെ ഇവിടുത്തെ ജനപ്രതിനിധിയായിട്ടിരുന്നു. അത് കഴിഞ്ഞ് ഉള്ള സമയം എന്തായിരുന്നു എൻ്റെ ജോലി? ഞാൻ പാർട്ടിയുടെ ഘടകങ്ങളിൽ എവിടെയാണ് പ്രവർത്തിച്ചത്? രാവിലെ പാർട്ടി വെച്ച് പോയിരിക്കുന്നു, പാർട്ടി പ്രവർത്തനമാകുന്നു, ഫുൾ ടൈം പാർട്ടി മെമ്പറായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ഒരാൾ
ഒരു വിഷയം അത് എന്നെ പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തിയപ്പോൾ ഞാൻ എന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചു. ആ കാരണം ചോദിച്ചിട്ട് 2 മാസം കഴിഞ്ഞാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഈ വിവരം അറിയുന്നത്. 6 മാസം കഴിഞ്ഞിട്ടും പരിഹാരം ഉണ്ടാകുന്നപ്പോഴാണ് ഞാൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് വേറെ പാർട്ടിയിലേക്ക് മാറിയത്. അപ്പോൾ എങ്ങനെ വഞ്ചനയാകുന്നത്? 6 മാസം കാലാവധിക്കുള്ളിൽ ഈ വിഷയം പറഞ്ഞു തീർക്കണ്ടേ? ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 2 ടേൺ MLA ആയിരുന്ന ഒരാൾ, പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവിൽ പ്രവർത്തിച്ചിരുന്ന ഒരാൾ, വൈക്കത്തെ അത്യാവശ്യം ജനങ്ങളോട് ബന്ധമുള്ള ഒരാൾ, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ബന്ധമുള്ള ഒരാൾ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്ത് മാറിയിരിക്കുമ്പോൾ എന്താണ് മാറിയിരിക്കുന്നത് അന്വേഷിക്കാൻ പാർട്ടി നേതൃത്വം മുൻകൈ എടുക്കണമായിരുന്നു. ഒരു പാർട്ടി ചുമതലക്കാരനായിട്ട് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ചുമതലക്കാരനിവിടെയുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന എക്സിക്യൂട്ടീവ് നിന്ന് ചുമതലക്കാർ കോട്ടയത്തുണ്ട്. ഇവരൊന്നും അതിനെപ്പറ്റി അന്വേഷിച്ചേ ഇല്ല. ഇവർ ഈ വിഷയങ്ങളിൽ ഇടപെട്ടുമില്ല. ഇവർ പലരും ചർച്ച ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കോട്ടയത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. പലവട്ടം ചർച്ച ചെയ്യാൻ ശ്രമിച്ചു, നടന്നില്ല എന്ന് പറഞ്ഞു. ചർച്ച ചെയ്താൽ ഞാനപ്പം ചോദിച്ചു, എന്താണ് എൻ്റെ വിഷയത്തിൽ എന്ത് പരിഹാരം എന്ന് വെച്ചു. 1-ാം വട്ടം പാർട്ടി സെക്രട്ടറി ചർച്ച ചെയ്യുമ്പം അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയി. അജിത്ത് തിരിച്ച് പാർട്ടിയിലേക്ക് വരണം. ഞാൻ പറയാം, എന്ത് കാരണത്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്ത്. അപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു. 2-ാം ഘട്ട ചർച്ചയിൽ ഇവർ രണ്ടുപേരും വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പാക്കേജ് പറഞ്ഞു. ഇപ്പോൾ തൽക്കാലം മണ്ഡലം സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്യും, അത് കഴിഞ്ഞ് നമുക്ക് പിന്നീട് പരിഗണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ താഴത്തേക്ക് വിട്ടെന്നുള്ളത് എന്നോട് പറയും. ഞാൻ മണ്ഡല സെക്രട്ടേറിയറ്റ് വർക്ക് ചെയ്യാം, എന്ത് കാരണത്താലാണ് എന്നെ പറഞ്ഞു വിട്ടത് എന്നത് എന്നെ ബോധ്യപ്പെടുത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് അവർ അപ്പോഴും പറയുന്നത് അങ്ങനെ സംഭവിച്ചു പോയി. അതെല്ലാം ജോൺ വി ജോസഫിനെ ഏൽപ്പിച്ചിരുന്നു. ജോൺ വി ജോസഫാണ് ഇത് ചെയ്തത്. ജോൺ വി ജോസഫ് എന്ന് പറഞ്ഞാൽ ഈ ജില്ലയിലെ പാർട്ടിയുടെ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. ഗ്രൂപ്പ് പരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് താങ്കളുടെ പുറത്തേക്കുള്ള വഴിതെളിച്ചത്. ശരി, ഞാൻ പറഞ്ഞല്ലോ, ഗ്രൂപ്പാണ്. പാർട്ടിക്കകത്ത് വലിയ ഗ്രൂപ്പുണ്ട്. എന്തുകൊണ്ടാണ് VB ബിനു ഉൾപ്പെടെയുള്ളവരിപ്പം മാറി നിൽക്കുന്നത്? വൈക്കത്തെ ഏറ്റവും പ്രമുഖനായ നേതാവാണ് TN രമേശൻ. അദ്ദേഹത്തെ എന്തിനാണ് മാറ്റി നിർത്തുന്നത്? അദ്ദേഹം സംഘടനാ രംഗത്ത് വരുന്നുണ്ട്, പക്ഷേ അദ്ദേഹം അനുഭവിക്കുന്ന പീഡനങ്ങൾ, ബുദ്ധിമുട്ട് ഉണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ അതുപോലെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇതൊരു കോക്കസ് ഈ ഉണ്ടായിരിക്കുന്നത് ഈ പാർട്ടിക്കകത്ത് ജോൺ വി ജോസഫ്, വൈക്കത്ത് സുശീലൻ, സുശീലൻ, അങ്ങനെയുള്ള ആൾക്കാരോടി ഒരു കോക്കസ് ഉണ്ടാക്കിയിട്ട് അവർ തീരുമാനിക്കുകയാണ് ഇവിടെ എന്താ നടക്കേണ്ടതെന്ന്. അവർക്ക് അവരുടെ മക്കളാരും ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുമില്ല, അവരുടെ മക്കളാരും ഈ പാർട്ടിയിലില്ല, അവരുടെ കുടുംബം ഈ പാർട്ടിയിലില്ല. പക്ഷേ അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇത്തവണ CPIക്കകത്ത് ഒരുപാട് അസംതൃപ്തരുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നാണ് താങ്കളുടെ? തീർച്ചയായിട്ടും CPIയുടെ അകത്തുള്ള അസംതൃപ്തരായ ആൾക്കാർ പാർട്ടി വിട്ട് ഇങ്ങോട്ട് വരാൻ തയ്യാറായി നിൽക്കുക. അപ്പം ഒരുപാട് പേര് ഇപ്പം നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ മിക്കവാറും ഈ അടുത്ത ദിവസങ്ങളിൽ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ അതിനു വേണ്ടിയുള്ള വേദി ഒരുക്കുന്നുണ്ട്. അതിന് പ്രമുഖരായ ആൾക്കാർ, നമ്മളോട് ചർച്ച ചെയ്ത വൈക്കത്തെ പ്രമുഖരായ നേതാക്കന്മാർ ഇതിനകത്തുണ്ട്. അവരുൾപ്പെടെയുള്ള ആൾക്കാർ ഈ പാർട്ടിയിലേക്ക് കടന്നു വരും. അതുപോലെ തന്നെ താങ്കൾ 10 വർഷം MLA ആയി, അതോടൊപ്പം തന്നെ പാർട്ടി CPIയുടെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒക്കെ ഒരുപാട് വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് മണ്ഡലത്തിലുടനീളം. ആ വ്യക്തിബന്ധങ്ങളും ഇത്തവണ വോട്ടായി മാറും. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ താഴത്ത് ബ്രാഞ്ച് സെക്രട്ടറി, ബ്രാഞ്ച് അസിസ്റ്റന്റ് സെക്രട്ടറി, ബ്രാഞ്ച് സെക്രട്ടറി, ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറി, മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി, അത് കഴിഞ്ഞാൽ ജില്ലാ കമ്മിറ്റിയിലേക്ക് വന്നു. അപ്പോൾ താഴെത്തട്ട് മുതൽ ഞാൻ പ്രവർത്തിച്ച എന്നെ സുപരിചിത ആൾക്കാരെ മാത്രമല്ല, എൻ്റെ കൂട്ടത്തിൽ പഠിച്ച ആൾക്കാരും എൻ്റെ കൂട്ടത്തിൽ പാർട്ടി പ്രവർത്തനം നടത്തിയ ആൾക്കാരും എല്ലാവരും, ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ, അല്ല ടാക്സി സ്റ്റാൻഡിൽ എടാ അജി എന്നാണ് വിളിക്കണേ. അജിത്ത് എന്നല്ല, എടാ അജി എന്ന് വിളിക്കാനുള്ള അധികാരം അവർക്കുണ്ട്. അത്രയ്ക്ക് സൗഹൃദം എനിക്ക് അവരോടുണ്ട്. അതുകൊണ്ട് തന്നെ അവരും അവരുടെ കുടുംബമൊക്കെ അതുപോലെ നിരവധി മേഖലകളിൽ, ഇപ്പോൾ മാർക്കറ്റിൽ ചെന്നാലും എല്ലാവരും എടാ എപ്പോൾ വന്നു എന്ന് ചോദിക്കുന്നത്. ആ സ്റ്റൈലിലാണ് അവർ സംസാരിക്കുന്നത്. അങ്ങനെ ഏറ്റവും താഴത്തുള്ള ആൾക്കാരോട് ബന്ധപ്പെടാനും ആ ഒരു വലിയ ബന്ധം എനിക്കുണ്ട്. അതുകൊണ്ട് അവരെല്ലാം അത് വോട്ടായിട്ട് മാറും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് വലിയൊരു ഭൂരിപക്ഷത്തെ ജയിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുള്ളത്. അപ്പോൾ ഇതാണ് വൈക്കത്തെ NDA സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത്. അപ്പോൾ വിജയാശംസകൾ നേരുന്നു. ഓക്കെ, ഇപ്പോൾ 3 മുന്നണികളും പ്രചരണ രംഗത്ത് വളരെ സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. NDA ഇത്തവണ വൈക്കത്ത് അക്കൗണ്ട് തുറക്കും എന്ന ശുഭാപ്തി വിശ്വാസം അവരും വെച്ചു പുലർത്തുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ജനം ആർക്കൊപ്പം നിൽക്കുന്നു എന്നറിയാൻ നമുക്ക് മെയ് 4 വരെ കാത്തിരിക്കേണ്ടതുണ്ട്. ഏതായാലും സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന KMCൻ്റെ ഈ പ്രോഗ്രാം നമ്മൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി മറ്റൊരു മണ്ഡലത്തിലെ മറ്റ് സ്ഥാനാർത്ഥികളുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.